കല്യാണം കഴിഞ്ഞ് ഒരു 2 ദിവസം മാത്രമേ എല്ലാ ഫാമിലി ഒരുമിച്ച് താമസിച്ചിട്ടുള്ളേ. കല്യാണം കഴിഞ്ഞിട്ട് വന്നതിൻ്റെ അന്നും അതിൻ്റെ പിറ്റേ ദിവസവും പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം നിന്നെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഫുള്ള് ഞങ്ങൾ റെൻ്റ് ഹൗസിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെല്ലാവരും ഒരു ടൂർ കൂട്ടിക്കൊണ്ടു പോകാൻ പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തേത് ഒരു ടൂർ വീഡിയോ ആണ്. എന്ത് ടൂറാണെന്നുള്ളത് ഇപ്പം തന്നെ പറയാം. ഇന്നത്തെ വീഡിയോ എൻ്റെ കിച്ചൺ ടൂറാണ് കേട്ടോ. അപ്പം എൻ്റെ കിച്ചണാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. എന്തെങ്കിലും വലിയ സംഭവം ഉണ്ടെന്ന് അറിയത്തില്ല, എല്ലാവരും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാനും വിചാരിച്ച് അതൊന്ന് കാണിച്ചേക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കിച്ചൺ ടൂറാണ്. അപ്പം ഞാൻ എല്ലാവരെയും അടുക്കളയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓർക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യമേ തന്നെ പറയാം, വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാൻ താങ്ക്സ് അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും സ്വാഗതം. കിച്ചൺ ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വെളിയിൽ വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ അകത്തു നിന്ന് നമുക്കിങ്ങനെ കിച്ചണിലോട്ട് കയറുന്ന അവിടെ ഡോറൊന്നുമില്ല. അപ്പോൾ നോക്കിയപ്പോൾ വെളിയിൽ നിന്നാണ് ഈ ഡോറുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് തുറന്നങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ദേ ഇവിടെ തുറക്കാമേ, തുറക്കട്ടെ. തുറന്നിട്ട് ബാക്ക് കാണിക്കുക. എന്തോ അല്ലേ. അപ്പോൾ ഒന്നുമില്ല, ചെറിയൊരു അടുക്കള ഇത് കേട്ടോ. എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ദേ കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. എന്നാലും ഞാൻ ഓരോന്നെല്ലാമൊക്കെ പറയാം. ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കാം. ദേ ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട്, ഇവിടെ ഒരു വേസ്റ്റ് ഒക്കെ ഇടാനുള്ള, പിന്നെ ദേ ഇവിടെ ഒരു മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്, ചിഞ്ചു കൊണ്ട് വെച്ചത്. ആ ഡോറ് നടക്കട്ടെ. അപ്പോൾ നിങ്ങളൊക്കെ എപ്പോഴും എൻ്റെ വീഡിയോയിൽ കൂടുതലും ഞാൻ ഈ കിച്ചണിൽ നിന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്നതൊക്കെ അപ്പോൾ ഇവിടെയൊക്കെ എപ്പോഴും കാണുന്നതായിരിക്കും. എന്നാലും ഫുള്ള് ഇങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. നമ്മളെവിടെയെങ്കിലും ഫോൺ ഫോക്കസ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു കിച്ചണാണ് ഇത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു 2 പേർക്കൊന്നും കുഴപ്പമില്ല. ഒരു 3-4 പേർക്ക് ഒരുമിച്ച് ഇന്ന് ഇങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ കൂടുതലും ഞാൻ ഒറ്റയ്ക്കായിരിക്കുമല്ലോ. പിന്നെ അമ്മയൊക്കെ വരുമ്പോഴല്ലേ. അപ്പം അമ്മയൊക്കെ ജോലി ചെയ്യുമ്പോൾ തന്നെ ഞാനിവിടെ നിന്ന് ഒഴിഞ്ഞു മാറും. അപ്പം അതുകൊണ്ട് ചെറിയൊരു അടുക്കളയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ഇരിക്കുന്ന ഓരോരോ സാധനങ്ങളുടെ കാര്യമൊക്കെ പറയാനാണെങ്കിലേ, സത്യം പറഞ്ഞാൽ ഈ മുകളിലൊക്കെ പാത്രങ്ങൾ വെക്കാനൊക്കെ ഉള്ള ഇതുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര ഹൈറ്റ് ഇല്ല. അവിടെ ഒന്നും കയ്യെത്തി എപ്പോഴും എടുക്കണമല്ലോ. അപ്പോൾ എടുക്കാനുള്ള ഇതും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെതായ സൗകര്യത്തിനെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. പിന്നെ ആണെങ്കിലേ ഡെയിലി അല്ല, കുറച്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട്, എനിക്കും ഉണ്ട് കേട്ടോ. പണ്ട് പോലെയുള്ളതാണ് വീട്ടിൽ കിടക്കുന്ന കട്ടിലോ അലമാരിയും മേശയൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റില്ല. എന്ന് പറഞ്ഞ പോലെ ഈ ഗ്യാസിൻ്റെ അടുപ്പ് മാറ്റാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അത് മാറ്റി വെച്ചേനെ കേട്ടോ. അപ്പം ഞാൻ ഓരോന്നോരോന്നൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ അത് ജനലിൻ്റെ അവിടെ നിന്ന് തന്നെ പറയാം കേട്ടോ. ഈ ഫസ്റ്റ് ജനലിൻ്റെ അവിടെ കത്തിയും പിന്നെ അങ്ങനെയൊക്കെ സാധനം വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ആ ജനൽ അങ്ങനെ ഞാൻ തുറക്കത്തൊന്നുമില്ല. പിന്നെ ഈ ജനലും ആണ് ഇങ്ങനെ തുറന്നിടുന്നത്. അപ്പോൾ അതിൻ്റെ ഈ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ദേ അടുപ്പൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ ദേ ഒരു മീൻകറിയൊക്കെ വെച്ചു. ഈ മീൻകറിയൊക്കെ വെക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ അത് ഇതിൻ്റെ മുന്നേ വരുമോ അതിന് ശേഷം വരുമോ എന്നൊരു പിടുത്തമല്ല, ഞാൻ എഡിറ്റ് ചെയ്യുന്ന പോലെ കേട്ടോ. പിന്നെ ദേ ഇവിടെ ഒരു മിക്സി വെച്ചിട്ടുണ്ട്. പിന്നെ ദേ ഇവിടെ നമ്മുടെ വെളിച്ചെണ്ണയും കുപ്പിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതിൽ അവിടെ ഒരു ഉപ്പിൻ്റെ ഇതും ഗ്യാസിൻ്റെ നമ്മൾ കത്തിക്കുന്ന ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ദേ വെളിച്ചെണ്ണയുടെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ചെറിയൊരു കുപ്പിയിൽ. പിന്നെ ഇതുപോലെ ചെറിയ സ്പൂണൊക്കെ ഇട്ടിരിക്കുന്നു. ഇപ്പുറത്ത് വലിയ തവി ഇട്ടിരിക്കണം കേട്ടോ. അത് രണ്ടൊരു ബോട്ടിലൊക്കെ ആക്കി വെച്ചിരിക്കുക. പിന്നെ ദേ ഇവിടെ ഒരു ചിരവ. ഇത് എത്രാമത്തെ ചിരവയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കാര്യം നമ്മൾ എല്ലായിടത്തും പോകുമ്പോഴേ ഇതുപോലത്തെ സംഭവം ആയതുകൊണ്ട് ഈ കൗണ്ടർ ടോപ്പ് ഇങ്ങനെ ആയതുകൊണ്ടേ ഈ ചിരവ വെക്കാൻ ഭയങ്കര പാടല്ലേ. അങ്ങനെ അവസാനം ഞങ്ങൾ ഒപ്പിച്ചെടുത്തതാണ് ഇത് കേട്ടോ. പക്ഷേ ഇതിൽ തിരുമ്പുമ്പോൾ കുഴപ്പമൊന്നുമില്ല, വെച്ചിട്ട് ടൈറ്റായിട്ടൊക്കെ നമ്മളിന്ന് പിടിക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിങ്ങനെ താഴോട്ട് വന്നാലേ ഈ ഒരു ഇതെന്താ ടീപ്പോ പോലത്തെ സാധനമാണേ. സത്യം പറഞ്ഞാൽ ഇതൊരു ടീപ്പോ, ഇതും ഒരു ടീപ്പോയാണ്. ഈ 2 ടീപ്പോയെ സത്യം പറഞ്ഞാൽ ഓരോ വർഷം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 10 വർഷമാകാൻ പോവാണ് കേട്ടോ. അപ്പം ഇതൊന്ന് ബാക്ക് അടിച്ചിട്ട് കുറച്ച് കാര്യം പറയാം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമാകാൻ പോകട്ടെ. അപ്പം ഇവിടുത്തെ ഓരോ സാധനങ്ങളും എനിക്കൊന്ന് ഈ ഫ്രിഡ്ജൊക്കെ 10 വർഷം പഴക്കമുള്ളതാണ്. 10 വർഷം ആകാൻ പോകുന്നു. അപ്പം അതുപോലെ തന്നെ കട്ടില് അലമാര മേശ അങ്ങനത്തെ ഓരോ സാധനം ഡൈനിങ് ടേബിൾ അതിനെല്ലാം ഞങ്ങളുടെ മാരേജിൻ്റെ ഇയർ എങ്ങനെയാണോ ആ ഒരു ഇയറാണ് അവരുടെയും വാർഷികം കേട്ടോ. ആനിവേഴ്സറി അവർക്കും. കാര്യം അതുപോലെ ആ ഒരേ സമയത്താണ് വാങ്ങിച്ചിരിക്കുന്നത്. കാര്യം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരു 2 ദിവസം മാത്രമേ എല്ലാ ഫാമിലി ഒരുമിച്ച് താമസിച്ചിട്ടുള്ളേ. കല്യാണം
കല്യാണം കഴിഞ്ഞിട്ട് വന്നതിൻ്റെ അന്നും അതിൻ്റെ പിറ്റേ ദിവസവും പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം നിന്നെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഫുള്ള് ഞങ്ങൾ റെൻ്റ് ഹൗസിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അന്ന് മുതലേ അങ്ങനെ തന്നെയാണ്. വേറെ പ്രശ്നമല്ല, അവിടെ ചേട്ടനും അമ്മയാണ് പ്രത്യേകം, ഞങ്ങളും വേറെ പ്രത്യേകമാണ് കേട്ടോ. അപ്പം അന്ന് കല്യാണം കഴിഞ്ഞ ആ സമയത്ത് തന്നെ ഓൾറെഡി വീടൊക്കെ എടുത്തിട്ടിട്ട് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടിട്ടതിന് ശേഷമായിരുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ മാറുമായിരുന്നു ചെയ്തത് കേട്ടോ. അപ്പോൾ അത്രയും എന്താ പറയുന്നത്, ഇവിടുത്തെ പാത്രങ്ങളെല്ലാം കൂടുതലും പുതിയ സാധനങ്ങളാണ്. പുതിയതെന്ന് വെച്ചാൽ ഇപ്പോഴല്ലേ, ഈ 10 വർഷത്തെ പഴക്കമുള്ളത് ഉള്ളതാണ് കേട്ടോ. പിന്നെ ഈ സാധനങ്ങൾ ഓരോ വർഷം കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ വാങ്ങിച്ച് കൂടി വരുന്നതിനനുസരിച്ചാണ് ഈ ടീപ്പോയും ഇവിടെ കൂടിയത് കേട്ടോ. ഈ വീട്ടിലോട്ട് ഞാൻ വന്ന സമയത്ത് ഈ 2 ടീപ്പോയും ഇവിടെ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പാത്രങ്ങൾ ഇതിൻ്റെ അടിയിൽ, അത് ഞാൻ കാണിച്ചുതരാം, അങ്ങനെ വെച്ചേക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ പാത്രങ്ങളുടെ എണ്ണമൊക്കെ കൂടി വന്നപ്പോഴത്തേക്കിന് ഈ 2 ടീപ്പോയും ഉപയോഗം ഇല്ലാതായപ്പോൾ ഞാൻ അതിനെ ഇവിടെ കൊണ്ടുവച്ചു. അപ്പം വേറെ ഒന്നും നമുക്ക് ഇവിടെ വെക്കാൻ, അങ്ങനെ മുകളിലൊന്നും വെക്കാൻ എനിക്ക് കയ്യെത്താത്തതുകൊണ്ട് ഞാൻ ഇതിനെ ഇവിടെ വെച്ചിട്ട് ഒരെണ്ണത്തിൽ ചോറോ കറിയൊക്കെ ആകുന്നത് വെക്കാനും അതിൻ്റെ അടിയിൽ പ്ലേറ്റൊക്കെ വെക്കുന്ന അതും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഇതിനകത്തത് ഇങ്ങനെ അവിടെ കുറച്ച് നമ്മൾ ഇങ്ങനെ അടയ്ക്കുന്ന അടപ്പുകൾ എല്ലാം അതിൽ, ഇപ്പുറത്ത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് പ്ലേറ്റുകൾ അങ്ങനെയൊക്കെ ഇതിൽ വെച്ചു. പിന്നെ ഇപ്പുറത്തെ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓരോ ഇതൊക്കെ ഉണ്ടല്ലോ, പാക്കറ്റ് പൊടികൾ മീൻസ് പൊട്ടിക്കാത്ത മുളക് പൊടിയോ മല്ലിപ്പൊടി അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇതിലും ബോക്സിലും, പിന്നെ നമ്മുടെ മാവ് ഐറ്റംസും ഒക്കെ അതിനകത്ത്. പിന്നെ അതുപോലെ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്ന കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് കേട്ടോ. പിന്നെ ഇവിടെ കേശപ്പൻ്റെ പാത്രവും പിന്നെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ബോട്ടിൽ, മിക്സിയുടെ ഒരു ജാർ അങ്ങനെയൊക്കെ വെച്ചിരിക്കും ആ ഒരു ഇതിനകത്ത്. അപ്പം ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോക്സൊക്കെ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ, അടപ്പൊക്കെ ഉള്ള ടൈപ്പ്. അപ്പം അതൊക്കെ അവിടെ വെക്കും. അതൊക്കെ എളുപ്പത്തിനെന്ന് വെച്ചാൽ എന്തെങ്കിലും ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ അവിടെയാണ് അങ്ങനെ വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിലാണ് ബാക്കി പാത്രങ്ങൾ, അതും കൂടെ കാണിക്കാം. ഇതിനകത്ത് ഗ്യാസൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് ഇതേ പാത്രങ്ങൾ ഇങ്ങനെ കുറേയൊക്കെ കഴുകി, ഇത് കുറേ സ്റ്റീല്, ഇങ്ങനെ ഇതിനകത്തൊക്കെ കുറേ ചീനച്ചട്ടിയും ഉരുളിയും അങ്ങനെയൊക്കെ വെച്ചു. പിന്നെ ഇതിനകത്ത് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇതിനിവിടെ ഇങ്ങനെയാണ് വെച്ചിരുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് ചരുവവും ചീനച്ചട്ടി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ച് അടച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റീലിൻ്റെ ഇവിടുന്ന് മാറ്റാനേ പറ്റത്തില്ല. കാര്യം കഴുകിയിട്ട് വെക്കാൻ എളുപ്പം ഇതാണ്. പിന്നെ ഇത് എടുത്ത് മാറ്റി വെക്കണമെങ്കിൽ ഒരു സ്ഥലവും സ്പേസും ഇല്ലാത്തതുകൊണ്ട് അത് അവിടെ അങ്ങനെ വെച്ചിരിക്കുവാണേ. പിന്നെ ഇങ്ങനെ മുകളോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വാഷ് ബേസിൻ്റെ മുകളിലായതുകൊണ്ട് കുറച്ച് സോപ്പും അതിൻ്റെ മുകളിലും ഇങ്ങനെ വേണ്ടാത്ത കുറച്ച് അത്യാവശ്യം ഉപയോഗമില്ലാത്തതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അത്യാവശ്യം വേണമെങ്കിൽ എടുക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഈ അടപ്പ്, ഈ ഗ്ലാസിൻ്റെ പാത്രങ്ങൾ, പിന്നെ ഇങ്ങോട്ട് വന്ന കുറച്ച് ഗ്ലാസ്സുകളൊക്കെ. സത്യം പറഞ്ഞാൽ ഈ ഗ്ലാസ്സുകളൊന്നും എടുക്കാറില്ല. സത്യം പറഞ്ഞാൽ 1 ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ എടുക്കും. പിന്നെ അതായത് വരുന്ന ഇങ്ങനത്തെ കുറച്ച് സ്റ്റീലിൻ്റെ അടപ്പുകൾ മാത്രം ഒരേ സെക്ഷനിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിനകത്തും ഇങ്ങനത്തെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ എടുക്കാനുള്ളതൊക്കെ അടച്ചു വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അതും. പിന്നെ ഈ മോളത്തനത്തൊക്കെ വലിയ ബോട്ടിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, എടുക്കാത്ത അങ്ങനത്തെയൊക്കെ. അതുപോലെ തന്നെ ഈ സൈഡിൽ വരുവാണെങ്കിൽ ഈ ഒരു സാധനം പിന്നെ എൻ്റെ വീഡിയോയിൽ, എൻ്റെ ഷോർട്സിനകത്തെല്ലാം എപ്പോഴും കാണുന്നൊരു സാധനമാണ് കേട്ടോ. എപ്പോഴും ഞാൻ ഇതെടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഇവിടെ കുറച്ച് പേനയും പെൻസിലും എല്ലാം ഉണ്ട്. ഇത് കണ്ടോ, ഇത് കേശപ്പനാണെങ്കിൽ സ്കൂളിൽ പോയി തുടങ്ങിയപ്പം ഞാൻ വാങ്ങിച്ചിട്ടതാണ്. കാര്യം ഇതിവിടെ തന്നെ ഇടാനുള്ളൊരു കാരണങ്ങളുണ്ട്, അത് ഞാൻ പറയാം. ഈ പേനയും ഇതൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് കണ്ടോ, ഇവിടെ ഒരു കലണ്ടറും ഇട്ടിട്ടുണ്ട്. ഈ കലണ്ടർ സത്യം പറഞ്ഞാൽ 2019 മുതലുള്ള കലണ്ടറാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. അതായത് കേശപ്പൻ ജനിച്ചപ്പോൾ തൊട്ടുള്ളത് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ഇടാനൊരു കാരണം എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. 2019 കേശപ്പൻ ജനിച്ചതിന് ശേഷമാണ് എന്തോ നമ്മളുടെ ലൈഫൊക്കെ ഒരു എന്താ പറയുന്നത്, സെക്യൂർ എന്ന് പറയാൻ പറ്റത്തില്ല, എന്തോ അതിന് പറയുന്നത് അതെനിക്കറിയത്തില്ല. അതെന്തോ അതിന് ശേഷം തൊട്ട് ഞാൻ ഇങ്ങനെ ഇടാൻ തുടങ്ങിയതും ഇതിനകത്തൊക്കെ കുറേ കുത്തിവരച്ചൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ പേനയൊക്കെ ഇട്ടെ. പിന്നെ ഈ റെഡ് ഇങ്കിൻ്റെ കാര്യം പറഞ്ഞുതരാം. റെഡ് ഇങ്കിൻ്റെ കാര്യം പറയാമേ.
അതായത് ഞാനിപ്പം കിച്ചണിൽ ജോലി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കേശപ്പൻ എന്തെങ്കിലും എഴുതാനൊക്കെ ഇട്ട് കൊടുക്കുമോ അല്ലെങ്കിൽ വല്ല പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ ബുക്കും കൊണ്ട് വരുമ്പോഴത്തേക്കും ഇത് ഇവിടെ നിർത്തിയിട്ട് എനിക്ക് ഇട്ട് കൊടുക്കാൻ കുറച്ച് സമയം ടീച്ചർ കളിക്കാൻ പറ്റും. അവൻ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ ടീച്ചർ കളിക്കാൻ പറ്റിയിട്ടാണ് ആ റെഡിങ് വാങ്ങിച്ചത് കേട്ടോ. അത് LKG പഠിച്ചപ്പോൾ വാങ്ങിച്ചാണ്, ഇതുവരെ തീർന്നിട്ടൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ പേന ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കുറച്ച് പൊടികളൊക്കെ വെച്ചിരിക്കുന്നത്, അതുകൂടെ കാണിക്കാം. ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തോട്ട് ഇങ്ങനെ വന്നാൽ ഇതൊക്കെയാണ് കേട്ടോ. മുളക്, മല്ലി, മഞ്ഞൾ, കാപ്പിപ്പൊടി, പഞ്ചസാര, പിന്നെ അതിനകത്ത് ഓരോന്നൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിനകത്തും ഉണ്ട് അങ്ങനെ ഓരോ ഐറ്റംസും. പിന്നെ ഇതിനകത്തും എടുക്കാത്ത വെളിച്ചെണ്ണ ഒഴിച്ചൊഴിച്ച് വെക്കുന്നത്. പിന്നെ അതിനകത്ത് കുറച്ച് പ്ലേറ്റും ഗ്ലാസ്സുകളൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. പാത്രങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുന്നവരും പാത്രങ്ങളുടെ എണ്ണമൊക്കെ കൂടി വരുവാണ്. ഈ പാത്രങ്ങൾ, തുണികൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ കൂടുതൽ പിന്നെന്താ പറയുന്നത്, ചില ഐറ്റംസ് നമുക്ക് ഈ പാത്രങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള വലിയ സ്റ്റോറേജ് പോലത്തെ അലമാര പോലത്തെ ഒക്കെ സ്റ്റീലിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ സാധനങ്ങളൊന്നും ഞങ്ങൾ വാങ്ങിക്കാത്തതാണ് കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പം റെൻറ്റ് ഹൗസാണല്ലോ, അപ്പോൾ എപ്പോഴും ഇപ്പം ഇവിടെ വന്ന് ഈ 2 വീട്ടിൽ താമസിച്ചതിന് ശേഷം നമ്മളങ്ങനെ എപ്പോഴും ഓടേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ റെൻറ്റ് ഹൗസ് മാറേണ്ട സമയത്താണെങ്കിൽ എല്ലാം വാരി തൂക്കി കൊണ്ട് പോകണമല്ലോ. അതുകൊണ്ട് ചില സാധനങ്ങളൊന്നും ഞങ്ങളങ്ങനെ വാങ്ങണ്ടാന്ന് വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എങ്കിലും എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വരും. പാത്രങ്ങളാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു കൂടുതലും വാങ്ങിക്കുന്നത്. പാത്രങ്ങൾ എൻ്റെ മാത്രമൊന്നുമല്ല കേട്ടോ, ഇവിടുത്തെ അമ്മയുടെ തന്നെയാണ് പാത്രങ്ങളുണ്ട്, കുക്കറൊക്കെ ഉണ്ട്. അമ്മ അവിടെ വാങ്ങി ഞാനിവിടെ ഉപയോഗിക്കും. പിന്നെ ആണെങ്കിൽ കല്യാണം കഴിഞ്ഞ സമയത്താണെങ്കിൽ എൻ്റെ അമ്മയാണെങ്കിൽ സാലിമ എന്ന് പറയും, അമ്മ കുറേ പാത്രങ്ങൾ വാങ്ങിച്ച് തന്നിരുന്നു. പിന്നെ എപ്പോഴും ഞങ്ങൾ വാങ്ങിക്കും. പിന്നെ അമ്മയാണ് ഇവിടെ വരുമ്പോഴത്തേക്കിന് ആ പാത്രം ഇല്ല, ഈ പാത്രം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അമ്മ തന്നെ ഒരു വാങ്ങലുണ്ട്. ചോറ് വെക്കാൻ അതില്ല, ഇങ്ങനെയില്ല. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ പാത്രങ്ങളൊക്കെ കൂടുതൽ വാങ്ങിക്കുന്ന സമയമാണ് നമ്മൾ ആർട്ടിയാൽ പൊങ്കാല. ഇനിയിപ്പോൾ പൊങ്കാല വരാൻ പോവാണ്. പൊങ്കാലയ്ക്കൊക്കെ ഇഷ്ടംപോലെ പാത്രങ്ങളൊക്കെ ഇവിടെ വാങ്ങി കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെതും അല്ലാത്തതും. പിന്നെ അമ്മമാർ 2 പേരും വാങ്ങിക്കുന്ന പാത്രങ്ങളൊക്കെ എനിക്ക് സ്വന്തമാണ്, ഞാൻ പിന്നെ തിരിച്ചു കൊടുക്കത്തില്ല. ഇവിടെ വാങ്ങിച്ചുകൊണ്ട് ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല, ഞാൻ തന്നെ എടുക്കും കേട്ടോ. അപ്പം ഇതെന്തോ കിച്ചൺ ടൂർ പറഞ്ഞ് പാത്രം ടൂറായോ എനിക്ക് തോന്നുന്നു. അങ്ങനെ പാത്രങ്ങളാണ് കൂടി സ്ഥലം വെക്കാനില്ലാതായി ഈ 2 ടീപ്പോ ഇവിടെ വന്ന കാര്യമാണ് ഞാൻ ഇത്രയെന്ന് പറഞ്ഞെത്തിച്ചത് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ള സംഭവം ചെറിയൊരു അടുക്കളയാണ് കേട്ടോ. പിന്നെ ഇത് പ്രധാനപ്പെട്ട ഒരു ഐറ്റം ഉണ്ട്, എൻ്റെ കിച്ചൺ ടൂർ കാണിക്കുമ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അവനും കൂടെ ആയാലേ എൻ്റെ കിച്ചൺ ടൂർ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. കാര്യം ഈ ഗ്യാസ് അടുപ്പൊക്കെ കിച്ചൺ ടൂറിൽ വരുന്നതാണ്. അതുപോലെ ഒരാളിവിടെ ഉണ്ട്, കാണിച്ചു തരാം. ഇവനാണ് കേട്ടോ. അപ്പം വിറകുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഇവൻ കേട്ടോ. ഇപ്പോൾ വിറകൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം ചോറ് വെച്ചായിരുന്നു, അതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ദേ ഇപ്പോൾ ചിരട്ടയൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ ഒരു അടുപ്പും കൂടി ഇല്ലാതെ എൻ്റെ കിച്ചൺ ടൂർ കംപ്ലീറ്റ് ആവില്ല. കാര്യം വിറകുള്ള സമയത്ത് കൂടുതൽ ഹെൽപ്പുള്ള ഇവനാണ്, അതുകൊണ്ട് ഇവനും കൂടി ചേർന്നാലേ കംപ്ലീറ്റ് ആകൂ. ഇവിടെ ഒരു ഗ്യാസ് കുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇത് ഫുൾ കുറ്റിയാണേ. പിന്നെ അതേ ഫ്രിഡ്ജ് ടൂറൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ബ്രെഡും പച്ചക്കറിയൊക്കെ ഇതായിരിക്കുന്നു, വെള്ളം, പാല്. പിന്നെ എൻ്റെ കിച്ചൺ ടൂർ കണ്ട് നിങ്ങൾക്കൊക്കെ ബോറടിച്ചോ, ഞാൻ എന്തൊക്കെയോ വളവളയോ എന്ന് സംസാരിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ആർക്കെങ്കിലും ബോറടിച്ചോ ക്ഷമിക്കുക കേട്ടോ. അപ്പോഴേ ഈ കിച്ചൺ ടൂർ ഇത്രയൊക്കെ കാണിക്കാനുള്ളൂ കേട്ടോ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ വെച്ച് നിർത്തുവാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാനും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പം വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ്. എന്ത് അപ്പോൾ കൂടെ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ, സീ യു.